ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് നല്ല കാര്യങ്ങൾ കാണാൻ പറ്റി എന്ന് പറയാതെ വയ്യ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് കാട്ടിയ സീനുകൾ എന്ന് പറയുന്നത് കല്യാണ ഒരുക്കങ്ങൾ നടത്തുന്ന കുറിപ്പ്, അതായത് സ്റ്റേജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കല്യാണത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അതായത് കാവ്യയും നമ്മുടെ അർജുനും തമ്മിലുള്ള കല്യാണം നടത്താനായിട്ട് പോവുകയാണ്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറിപ്പിനെയും കാവ്യയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളൊരു വലിയൊരു രഹസ്യം ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കിയിരിക്കുകയാണ്. എവിടെയാണ് ഈ പത്മിയെ നമ്മൾ അർജുൻ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നൊരു വലിയൊരു സത്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് കൂട്ടുകാരെ. അർജുൻ പത്മിയെ ഒളിപ്പിച്ചിട്ടുള്ളത് അമ്പാടിയുടെ വീട്ടിലാണെന്ന് നമുക്ക് ഇന്ന് മനസ്സിലായി അല്ലേ. അപ്പം അവിടെയാണ് ഇത്രയും ദിവസം അർജുൻ അമ്പാടിയുടെ സഹായത്തോട് കൂടിയിട്ട് പത്മിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചത് അല്ലേ. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അമ്പാടിയുടെ വീട്ടിലാണ് പത്മ ഉള്ളത് എന്ന്. കാരണം അമ്പാടിയുടെ ഒരു പെരുമാറ്റത്തിൽ നിന്നൊന്നും ഒരിക്കലും നമ്മൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഒരുപക്ഷെ നമ്മളും ആലോചിക്കണമായിരുന്നു. കാരണം അർജുൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ അമ്പാടിയാണ്. കാരണം അമ്പാടിയുടെ സഹായം ഉറപ്പായിട്ടും അർജുൻ തേടിയിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കണമായിരുന്നു. എന്താണെങ്കിലും പത്മ വളരെ സേഫാണെന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. അവിടെ അമ്പാടിയുടെ പെങ്ങളാണ് തോന്നുന്നു, പെങ്ങളുണ്ട്. അപ്പോൾ പെങ്ങളുടെ ഹസ്ബൻഡ് പോലീസുകാരനാണ് എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ പുള്ളി ഇത് അറിയുമെന്നൊക്കെ മനസ്സിലിങ്ങനെ പേടിച്ച് ആ പുള്ളിക്കാരിയെ നമുക്ക് കാണാം. അപ്പം ഒരുപക്ഷെ അത് ഒരു സീനായി മാറുമോ എന്നൊരു സംശയമുണ്ട്. എന്താണെങ്കിൽ ഇപ്പൊ താൽക്കാലികമായിട്ട് വീണ്ടും പത്മ സേഫായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ സീനാണ്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ നല്ലൊരു ഒരു സംഭവം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന ഭാഗത്ത് ആണ് ഞാൻ പറയുന്നത്. തുടങ്ങുന്ന ഭാഗത്ത് അഞ്ജലി നമ്മുടെ ആര്യയും ഒക്കെ കഴിഞ്ഞ ദിവസം എപ്പിസോഡ് എൻഡിൽ ആര്യ വളരെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട, എൻ്റെ കല്യാണം നടത്താൻ വേണ്ടി ആരും നോക്കേണ്ട, ഞാൻ എൻ്റെ അച്ഛനെ കാണാനായിട്ട് പോയത്, ആരും എന്നെ നിർബന്ധിച്ചതല്ല, എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ജലിയും കൂട്ടി പോയതാണ്, എനിക്ക് കല്യാണം വേണ്ട, അത് അച്ഛനോട് പറയാൻ വേണ്ടിയിട്ടാണ്, അച്ഛൻ നടത്തി തരുന്ന കല്യാണം എനിക്ക് മതി എന്ന് ആര്യ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായി ഇത് കേൾക്കുമ്പോൾ അവർ ഷോക്കഡായി പോകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് കാണാൻ പറ്റി. അമ്മായി ഇപ്പം ആര്യ ഇങ്ങനെ അച്ഛനെ കാണാനായിട്ടാണ് ആര്യ പോയത് എന്ന സ്വപ്നത്തിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായി വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ അമ്മായി അത് കേൾക്കുമ്പോൾ ആകെ ഷോക്കഡായി പോകും. അപ്പോൾ അതൊക്കെ ആര്യ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആര്യ കയറി പോകും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അമ്മായിയോട് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, അപ്പൊ ആര്യ പറഞ്ഞതെല്ലാം അമ്മായി കേട്ടല്ലോ, അമ്മായിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമായല്ലോ, അപ്പൊ ഞാനെല്ലാം കൊണ്ടുപോയത് ആര്യയായിട്ടാണ് തീരുമാനം എടുത്തത്, എല്ലാം മനസ്സിലായല്ലോ എന്ന് പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അമ്മായിയോട് അഞ്ജലി പറയും, അതൊക്കെ എന്തെങ്കിലും ആകട്ടെ, പക്ഷെ അമ്മായിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അമ്മായി. അപ്പൊ അമ്മായി അതിന് മറുപടി തന്നേ പറ്റൂ, അതൊരു മോഷണ ശ്രമമാണ്. അത് കേട്ടപ്പോൾ തന്നെ അമ്മായിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പൊ അമ്മയോട് പറയും, എൻ്റെ ഹാർഡ് ഡിസ്ക്, പത്മ കേസിലെ ഹാർഡ് ഡിസ്ക് അടിച്ചോട്ട് പോയി, അത് അമ്മായിയാണ് എടുത്തതെന്ന് എനിക്ക് 100% അറിയാം. അമ്മായി അത് എത്ര രൂപയ്ക്ക് എവിടെ കൊണ്ടുപോയി കൊടുത്തു, എത്ര രൂപയ്ക്കാണ് കൊടുത്തതെന്ന് അന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അമ്മായി നൈസായിട്ട് ഒഴിഞ്ഞു മാറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ദേഷ്യമൊക്കെ വരും കേട്ടോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പുള്ള ഒരു സീനിൽ നമ്മൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യയുടെ അടുത്തേക്ക് വരിക കേട്ടോ അമ്മായി. അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു സീന്. അപ്പം അമ്മായി വന്നിട്ട് ആര്യയോട് കരഞ്ഞുകൊണ്ട് പറയും, മോളെ നീ എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കില്ലേ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ലേടി, ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്തത്, നീ എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കില്ലേ മോളെ, കാര്യം അഞ്ജലിയും മറ്റേ അമ്മായി ശാന്തളാമ്മ എല്ലാവരും നിന്നെ നല്ലോണം നോക്കുന്നുണ്ടെന്നൊക്കെ അമ്മയ്ക്ക് അറിയാം മോളെ എന്ന് പറയും. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് അഞ്ജലി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അഞ്ജലിക്ക് കേൾക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ സന്തോഷം സങ്കടമൊക്കെ ഒരുമിച്ച് വരും കേട്ടോ. കാരണം അമ്മായി എത്രയൊക്കെ ദുഷ്ടത്തരം കാട്ടി എന്ന് പറഞ്ഞാലും ആര്യയോടുള്ള ഒരു കരുതൽ പുള്ളിക്കാരുടെ ഉള്ളിലുണ്ട് കേട്ടോ. കാരണം ആര്യയുടെ ഒരു നിസ്സഹായ അവസ്ഥ നമുക്കറിയാം. അപ്പൊ ആര്യനെ ഒരാളുടെ കൈ പിടിച്ച് ഏൽപ്പിക്കുക എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാലും അമ്മായിയുടെ മനസ്സിലുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അമ്മ ഇങ്ങനെ പറയണം, മോളെ നിന്നെ ആരുടെയെങ്കിലും കയ്യിലൊന്ന് കൈ പിടിച്ചേൽപ്പിക്കാതെ എനിക്ക് മനസ്സിനൊരു സുഖവുമില്ല,
കാരണം മനുഷ്യൻ്റെ കാര്യമല്ലേ, ഇന്ന് ഞാനുണ്ടോ നാളെ ഞാനുണ്ടോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല മോളെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അഞ്ജലിയും ശകുന്തള അമ്മയൊക്കെ നല്ലോണം നിന്നെ നോക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എൻ്റെ ഒരു അവസ്ഥ കൊണ്ടാണ് മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ കരയില്ല, നീ കരയുമ്പോൾ ഞാനും കരഞ്ഞു പോകും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മായി കിടന്ന് കരയൊക്കെ ചെയ്യും. ആര്യനെ കെട്ടിപ്പിടിച്ച് കരയും, ആര്യയും കരയും കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അമ്മായി ചെയ്ത ഒരു ദുഷ്ടത്തരങ്ങളൊക്കെ അമ്മായി ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഒരു വിഷമമൊക്കെ നമുക്ക് തോന്നിപ്പോയി കേട്ടോ. പക്ഷെ എങ്കിൽ പോലും ഹാർഡ് ഡിസ്ക് നമ്മുടെ അഞ്ജലിയുടെ ബാഗിൽ നിന്ന് അടിച്ചു മാറ്റിയത് ഒരു രീതിയിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് വളരെ തെറ്റായ ഒരു സംഭവമാണ് എന്തൊക്കെ പറഞ്ഞാലും അമ്മായി ചെയ്തത് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും അവസാന ഭാഗത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷുവായി ബന്ധപ്പെട്ട, അതായത് അർജുനെ നമ്മുടെ അഞ്ജലി വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിഷു എവിടെ വരെയായി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ശകുന്തളാമ്മ വിഷു പൂക്കളം കൊണ്ടൊക്കെ വരുന്നുണ്ട്. ഇത് ഫ്രിഡ്ജ് എടുത്ത് വെള്ളം നനച്ച് വെക്കുക, വെള്ളത്തിൽ ഇറക്കി വെക്കുക, വാടിപ്പോകാതെ. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആര്യയോടും അമ്മായിയോടും അങ്ങനെ അഞ്ജലി കുട്ടിയോടും എല്ലാവരോടൊക്കെ പറയുന്നൊക്കെ സീനുകൾ ഉണ്ട്. അപ്പോൾ ഇതിന് ശേഷമാണ് നമ്മുടെ അഞ്ജലി കുട്ടിക്ക് നമ്മൾ അർജുനെ ഫോൺ വിളിക്കാനായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഫോൺ വിളിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന സീൻ പറഞ്ഞ് ഫോൺ വിളിക്കുകയാണ്. അർജുന് ചോദിക്കണേ, രാജീവെ നീ എന്തെടുക്കുവാണ്, വിഷു എവിടം വരെയായി? അപ്പോൾ ആ രാജീവിൻ്റെ മനസ്സിൽ വിഷു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി എന്നോണം തന്നെ ആണ് ഇന്നത്തെ പ്രൊമോ വന്നിട്ടുള്ളത് കേട്ടോ. വളരെ നല്ലൊരു പ്രൊമോ തന്നെയാണ് കേട്ടോ. ഒരു നല്ലൊരു കണ്ടിന്യൂറ്റി ഉള്ളൊരു പ്രൊമോ തന്നെയാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൊമോയിൽ നമ്മൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അർജുൻ പറയുകയാണ്, ഞാൻ സിംഗിൾ, അതായത് എനിക്ക് താഴെ എല്ലാം പെങ്ങന്മാരാണ്. അതുകൊണ്ട് ഞാൻ വിഷു കണിയൊരുക്കി അവരെ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് പെങ്ങന്മാർ നമ്മുടെ അർജുൻ ഇങ്ങനെ കണ്ണൊക്കെ പൊത്തി കൊണ്ടുപോയി കാട്ടുന്ന സീനാട്ടോ പ്രൊമോയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അർജുൻ പറയും. പക്ഷെ അതിന് ശേഷം അർജുൻ ഒരു കാര്യം പറയാണ് കേട്ടോ. അതായത് എനിക്ക് ഏറ്റവും ഇപ്പോഴത്തെ ഒരു ആഗ്രഹം അതല്ല അഞ്ജലി, എനിക്ക് ഏറ്റവും വലിയ ഒരാഗ്രഹം ഞാനും നീയും കൂടെ കൂടിയിട്ട് വിഷു കണി പോയി കാണുന്ന ഒരു രംഗമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതാണ് എനിക്ക് ഇപ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രൊമോയിൽ കാണുന്നത് നമ്മുടെ അഞ്ജലിക്കുട്ടി സുന്ദരിയായിട്ട് ഒരുങ്ങി, അതുപോലെ അർജുനും കൂടി ഒരുങ്ങി കണിയായിട്ട് പോയി കണി കാണുന്ന ഒരു സീന് പ്രൊമോയിൽ കാണുന്നുണ്ട് കേട്ടോ. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണോ അതോ അവരുടെ ഒരു ഇമാജിനേഷൻ ആണോ നമുക്ക് മനസ്സിലായിട്ടില്ല. എന്താണെങ്കിലും വളരെ നല്ലൊരു സീനാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്താണെങ്കിലും പ്രൊമോയിൽ ഇങ്ങനെ ഒരു സീനാണ് കാട്ടിയത്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് കാട്ടിയ സീനുകൾ എന്ന് പറയുന്നത് അഞ്ജലിയും അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരോടും കൂടി കാണുന്ന ഒരു സീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് അതിനുശേഷം ഏറ്റവും അവസാനം കാട്ടിയ സീൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ഹാർഡ് ഡിസ്ക് അഞ്ജലിയുടെ കയ്യിലേക്ക് തിരിച്ചെത്തുവാനായിട്ടുള്ള കാരണക്കാരൻ എന്ന് പറയുന്നത് സേവ്യറാണ്. അപ്പൊ ഹരി ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ന് വന്ന പ്രമേയിൽ ഏറ്റവും അവസാനത്തെ സീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ടെൻഷൻ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ സേവ്യറുടെ അടുത്ത് ഹരി എത്തുകയാണ് കുറച്ച് ഗുണ്ടകളെയും കൊണ്ട് കേട്ടോ. എന്നിട്ട് സേവ്യറോട് പറയുകയാണ്, അപ്പോൾ സേവ്യറുടെ എന്തിനാ വന്നതെന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ. അപ്പോൾ പിന്നെ ഗുണ്ടകൾ നോക്കി പറയുകയാണ്, നിങ്ങൾ പണി തുടങ്ങിക്കോ മക്കളെ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഗുണ്ടകളെ കണ്ട് പാവം ആ കുഞ്ഞു മനുഷ്യൻ കിടന്ന് ഓടുന്ന ഒരു സീനോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ പ്രൊമോ തീർന്നിട്ടുള്ളത്. എന്താണെങ്കിലും നല്ലൊരു പ്രൊമോ ആട്ടോ ഇന്ന് വന്നത്. നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ടേക്ക് കെയർ.